ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മോണപ്പഴുപ്പും അതുപോലെ തന്നെ വായ്നാറ്റവും ഒക്കെ വേഗത്തിൽ അകറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. വായ്നാറ്റത്തിൻ്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മോണപ്പഴുപ്പ്. മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇതേപോലെ മോണപ്പഴുപ്പ് ഉണ്ടാകാം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വായിൽ പുണ്ണുണ്ടാകുക, അതുപോലെ തന്നെ പല്ലിൻ്റെ കേട്, ശ്വസന പ്രശ്നങ്ങൾ, ദഹനക്കേട് എന്നിവയാണ്. അപ്പോൾ നമ്മളിവിടെ 5 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ മോണയിലെ മോശ ബാക്ടീരിയകൾ അല്ലെങ്കിൽ ആ പഴുപ്പിന് കാര്യങ്ങളൊക്കെ കാരണമായിട്ടുള്ള ബാക്ടീരിയകളൊക്കെ നശിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 വെളുത്തുള്ളി അല്ലി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പേരയിലയാണ്. പേരയില എന്ന് പറയുന്നത് ദന്തരോഗങ്ങൾക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ. ഒരു നാച്ചുറൽ മൗത്ത് വാഷൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പേരയില. പല്ലുവേദന, മോണരോഗങ്ങൾ, വായുനാറ്റം എന്നിവയൊക്കെ അകറ്റാനായിട്ട് നമുക്ക് പേരയില ഉപയോഗിക്കാം. വായുനാറ്റം ഉള്ളവർക്ക് പേരയുടെ ഒരു തളിരെല്ലാം നമ്മൾ വായിലിട്ട് ചവച്ച് കുറച്ച് സമയം നീര് വായിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പായിട്ട് നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കണം. അതപ്പോൾ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേരയില ഒന്ന് കഴുകിയതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ടിട്ടുണ്ട്. നമ്മളിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇല്ലേ, 5 വെളുത്തുള്ളി അല്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേരയില അതും കൂടി ഇട്ട് കൊടുക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് കഴുകിയതായിരിക്കണം. ഇതിൻ്റെ പുറകിലൊരു വെള്ള കളറിലൊരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പേരയിലേക്ക് നമുക്ക് ഡെയിലി നമുക്ക് വായിൽ കൊള്ളാനായിട്ടൊക്കെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. മൗത്ത് വാഷ് കാശ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ അതിന് പകരമായിട്ട് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം നമ്മുടെ പേരയിലൊക്കെ കൊണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെ. അപ്പോൾ ഇതിനിടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഹോം റെമഡീസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ വായിലെ പുണ്ണ്, അതുപോലെ തന്നെ മോണയിലെ പഴുപ്പ് അല്ലെങ്കിൽ ദഹനക്കേട്, ഇതൊക്കെ നമുക്ക് വായ്നാറ്റം ഉണ്ടാകാനായിട്ട് സാധ്യത ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇളകട്ടെ കേട്ടോ. അപ്പോൾ പച്ചമഞ്ഞളില്ലേ, പച്ചമഞ്ഞളെ കാണിച്ചു, ഇത് നമ്മുടെ പച്ചമഞ്ഞളാണ് കേട്ടോ, പച്ചമഞ്ഞൾ. അപ്പോൾ വായ്നാറ്റം അകറ്റാനായിട്ട് നമ്മുടെ പച്ചമഞ്ഞളും അതുപോലെ തന്നെ കുടകൻ്റെ ഇലയില്ലേ, ഇത് രണ്ടും കൂടി അരച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ അരച്ചതിന് ശേഷം, തുല്യ അളവിലെടുത്ത് അരച്ചതിന് ശേഷം നമുക്ക് വെറും വയറ്റിൽ കഴിക്കുക. അങ്ങനെ കഴിക്കുന്നത് വായ്നാറ്റം അകറ്റാനായിട്ട് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ കുടവൻ നമ്മൾ ഇതിനു മുമ്പ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനായിട്ട്, മുടി വളരാനായിട്ടും ഒരു കാര്യം ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണുക. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവ് മൂലവും നമുക്കിതുപോലെ വായിൽ പുണ്ണും അതേപോലെ തന്നെ മോണയിൽ പഴുപ്പും ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരൽപ്പം കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ ഇളം ചൂടോടുകൂടി വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് കുടിക്കുകയല്ല ചെയ്യേണ്ടത്, കവിളിൽ കൊള്ളുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധിക്കുന്നത്ര സമയം വായിൽ ഇത് കൊള്ളുക, ചെറിയ ചൂടോടുകൂടി. പിന്നെ ഇത് ചൂട് കുറയുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അങ്ങനെ നമ്മൾ ഒരു ദിവസം പല പ്രാവശ്യമായിട്ട്, അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം കവിളിക്കൊള്ളാനുള്ള മാത്രം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്ക് ഇത് ഉണ്ടാകും. ആ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമ്മുടെ വായിലുള്ള മോശ ബാക്ടീരിയകളൊക്കെ കളയാനായിട്ട് ഒരു പ്രകൃതിദത്തമായിട്ടുള്ളൊരു ബാക്ടീരിയ നാശിനിയാണ് നമ്മൾ ഈ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ മോണയ്ക്ക് എന്തെങ്കിലും വേദന അല്ലെങ്കിൽ വീക്കം അങ്ങനെയൊക്കെ നമ്മൾ നീർക്കെട്ടൊക്കെ അനുഭവപ്പെടില്ലേ, ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു കുറച്ച് വെള്ളം നമ്മൾ ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ചിലവ് കുറഞ്ഞ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് പല്ലിൻ്റെ കേട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോവുക തന്നെ ചെയ്യണം. ഡെന്റിസ്റ്റിനെ കാണണം, അക്കാര്യവും നമ്മൾ വിട്ടുപോകരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ആനി യുജി.